ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ. അപ്പോൾ അച്ചാർ പൗഡറൊന്നും ഉപയോഗിക്കാതെ നാച്ചുറലായിട്ട് അച്ചാർ എങ്ങനെ ആണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ മാങ്ങ നന്നായിട്ട് കഴുകി ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്ത് ഒരു തുണി കൊണ്ട് നന്നായിട്ട് തുടച്ച് വെള്ളമൊക്കെ ഒപ്പിയെടുത്ത് ഞാൻ കട്ട് ചെയ്ത് വെക്കുകയാണ്. എൻ്റെ കളർ ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഉള്ളിൽ പഴുത്തിട്ടൊന്നുമില്ല. അപ്പം ഞാനത് കട്ട് ചെയ്യാണ്. അച്ചാർ വീട്ടിലുണ്ടാക്കുന്ന അച്ചാർ നമുക്ക് ധൈര്യപൂർവ്വം കഴിക്കാം. കാരണം നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അച്ചാറിൽ ഒരുപാട് അച്ചാർ പൊടി, കെമിക്കൽസ് അങ്ങനെയൊക്കെ അടങ്ങിയുള്ളതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാനോ അല്ലെ നമുക്ക് മുതിർന്നവർക്ക് തന്നെ ദോഷം ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അച്ചാർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെ ആ വെളുത്തുള്ളി അച്ചാർ, അങ്ങനെ ബീറ്റ്റൂട്ട്, ക്യാരറ്റ് അതൊക്കെ ഇട്ട് മിക്സഡ് ആയിട്ടുള്ള അച്ചാർ, ഇതൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എൻ്റെതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കുകയാണ്. പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ അച്ചാർ പൗഡർ ഉപയോഗിച്ചില്ല. ജസ്റ്റ് മുളക് പൊടി, കടുക്, ഉപ്പ്, കുറച്ച് വിനാഗിരി ആഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ മറ്റൊന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഒട്ടും നനവില്ലാത്ത പാത്രത്തിൽ വേണം ഇത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. നനവ് തട്ടിയാൽ പെട്ടെന്ന് മോശമായി പോകും. പിന്നെ ഇത് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറേ നാൾ നിൽക്കും, അല്ലാതെ പെട്ടെന്ന് മോശമായി പോകും. കാരണം അതിൽ നമ്മൾ വീണ് പോയല്ലേ ഒന്ന്, അമ്മ എടുത്ത് വീണ്ടും കഴുകിയിട്ട് അതിലിട്ട് കണ്ട ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എന്താ ഞാൻ ആഡ് ചെയ്യുന്നത്, ഇതെന്താ, മുളക്. പിന്നെ ഇതെന്താ, അത് കടുക് മിക്സിയിൽ നിന്ന് പൊടിച്ചെടുത്തത്. അതും ഇഷ്ടമല്ലേ ഇത്, മാംഗോ അച്ചാർ. അപ്പോൾ ഇത് മൂന്നും ഞാനിപ്പോൾ ആഡ് ചെയ്തെടുത്തു. അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി വിനാഗിരി ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇങ്ങനെയാണ് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും ആ മുളകും കടുക് പൊടിച്ചതൊക്കെ മിക്സായിട്ട് വരണം. നന്നായിട്ട് ഇളക്കി വെച്ചു. വിനാഗിരി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഒരു ദിവസം വെച്ച് രണ്ടാമത്തെ ദിവസം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് ഉപയോഗിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.